السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. സുദീർഘമായൊരു പ്രഭാഷണത്തിൻ്റെ സമയമല്ല, വളരെ വിശാലമായൊരു വിഷയം അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ വളരെ ചുരുക്കി സൂചിപ്പിക്കുക മാത്രം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ. പഴയ പോലെ കുറേ കാലം ജീവിക്കുക, കുറേ കാലം നാട് വിട്ടു പോവുക എന്ന ശൈലിയിൽ നിന്ന് എന്തായാലും പ്രവാസികൾ മാറിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് അവരേറ്റെടുത്തിട്ടുള്ളത്. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു നാട് വിടണം, യാത്ര പോകണം, അതിൽ 5 ഗുണങ്ങളുണ്ട് എന്ന് തൻ്റെ ദീവാനിൽ വിശദീകരിക്കുമ്പോൾ രണ്ടാമതായി പറയുന്നത് മഈഷത്തിൻ്റെ കാര്യം സുലഭമാവുമെന്നാണ്. സത്യമായിട്ടും പ്രവാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അതാണ്. നമുക്കറിയാമല്ലോ, കേരള സാഹചര്യത്തിൽ പട്ടിണിയും പരിവട്ടവും വിദ്യാഭ്യാസവും ഇല്ലാത്തൊരു കാലത്താണ് പ്രവാസം ആരംഭിക്കുന്നത്, പ്രത്യേകിച്ച് ഗൾഫ് പ്രവാസം. അതിനുശേഷമാണ് കേരളം ഇவ்விധം പുരോഗതി പ്രാപിച്ചത് എന്ന് വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ടതല്ല. ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വലിയ നവാത്വാനം നടത്തിയത് ഗൾഫ് പണമാണെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. പണം സമ്പാദിക്കുക, ജീവിതത്തിന് നല്ല വിശാലമായ സാഹചര്യങ്ങൾ ഒരുക്കുക എന്നത് മതം പ്രോത്സാഹിപ്പിക്കുന്നതുമാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവസാന കാലമാകുമ്പോഴേക്ക് ദിർഹമും ദീനാറും ധാരാളമായി ആവശ്യമാവും. യുഖീമു ബിഹിമർ റജുലു ദീനഹു വ ദുന്യാഹു. മനുഷ്യർ അവരുടെ ദീനും ദുന്യാവും നിലനിർത്തുന്നത് പണം കൊണ്ടായിരിക്കുമെന്നാണ്. ദുന്യാവ് നിലനിർത്തുന്നത് പണം കൊണ്ടാണ് എന്നത് വിസ്തരിക്കേണ്ടതില്ല. പക്ഷെ ദീനിൻ്റെ കാര്യം അങ്ങനെ ആയിരിക്കും. നമുക്കറിയാമല്ലോ, ഒരു ചെറിയ കാറ് നമുക്ക് സ്വന്തമായി ഉണ്ടെങ്കിൽ ഭാര്യയെയും മക്കളെയും അന്യർ കാണാതെ ദർശിക്കാതെ അവർ സ്പർശിക്കാതെ കൊണ്ടുപോകാൻ പറ്റും. അതിന് കാറ് വേണം, അതിൻ്റെ പണം വേണം. നല്ല വീടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ പറ്റും. മതം നമ്മളെ ഏൽപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ് കുടുംബവും കുടുംബത്തെ സംരക്ഷിക്കലും. അതിന് പണം വേണം. അതുകൊണ്ടാണ് തസവുഫിൻ്റെ രംഗത്ത് ഉന്നതന്മാരായ പലരും ഈ പണത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞത്. അബ്ദുല്ലാഹിൽ അദ്ദാഹ് തങ്ങളുടെ അദ്ദഅവത്തു താമ്മ എന്ന കിതാബിൽ ഇമാം ഹസനുൽ ബസ്രി തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, ലൗലാഹുമ, ദിർഹമും ദീനാറും ഇല്ലാതെ വന്നാൽ ല തമന്തലനൽ മുലൂക്കു എന്നാണ്. അധികാരികൾ നമ്മളെ കർച്ചീഫാക്കി മാറ്റും, ടിഷ്യൂ പേപ്പറാക്കും. അധികാരികൾ ഒരു പരിഗണയും നൽകില്ല എന്ന്. അങ്ങനെ വരുമ്പോൾ ഗൾഫ് പ്രവാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ അധ്വാനം കൊണ്ടാണ് നേരത്തെയൊക്കെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരളത്തിൽ ഇത്ര വലിയ നവോത്ഥാന മുന്നേറ്റം നടന്നത്. പക്ഷേ പലപ്പോഴും പ്രവാസം ഒരു ശാപമായി മാറുന്ന ഒരവസ്ഥ ചിലരിലെങ്കിലും കണ്ടുവരുന്നു. അത് ധാർമ്മികമായ കാരണങ്ങളുണ്ട്, ആരോഗ്യപരമായ കാരണങ്ങളുണ്ട്, സാമ്പത്തികമായ വിഷയങ്ങളുണ്ട്. അതൊന്ന് ക്രമപ്പെടുത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആരോഗ്യത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. ആരോഗ്യമുള്ള മുഅ്മിനെ അള്ളാഹു ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോഗ്യമില്ലാത്തവനും ഗുണമുണ്ടെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ആരോഗ്യമുള്ള മുസ്ലിമിനെ അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ആ ആരോഗ്യം കൊണ്ട് ഇബാദത്ത് കൂടുതൽ സജീവമാക്കാൻ പറ്റും, തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റും, കുടുംബത്തെ പോറ്റാൻ പറ്റും, സാമൂഹിക സേവനങ്ങൾ നടത്താൻ പറ്റും. അപ്പോൾ ആരോഗ്യം സംരക്ഷിക്കൽ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് പ്രവാസ ലോകത്ത് ആരോഗ്യം നശിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് വ്യാപകമായ ചർച്ചയുണ്ട്. പ്രധാനമായും അവരുടെ ജീവിതശൈലി. ഒന്ന്, ഉറക്കമില്ലാത്ത രാത്രികൾ. വജഅൽനല്ലൈല, രാത്രിയെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് അത് വിശ്രമത്തിനുള്ളതാണെന്ന്. ജോലിയുടെ കാര്യത്തിന് വേണ്ടി ഉറക്കൊഴിക്കുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ജോലിയുടെ ആവശ്യത്തിനല്ലെങ്കിലും അതൊരു ശീലമെന്ന രീതിയിൽ ഉറക്കൊഴിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുന്ന സമയമാണ്. ഗോളടിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളെക്കുറിച്ച് നമ്മളൊക്കെ വായിച്ചത് 11 മണിക്കൂർ ആൾ ഉറങ്ങുമെന്നാണ്. 11 മണിക്കൂർ ഡെയിലി ഉറങ്ങുമെന്ന്. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഉത്തേജനത്തിൻ്റെ കാരണം എന്നാണ്. 11 മണിക്കൂർ ഉറങ്ങണമെന്നല്ല ഞാൻ പറയണത്. നേരെ മറിച്ച് ഉറക്കിൻ്റെ കാര്യത്തിൽ പ്രവാസി നല്ലൊരു ശ്രദ്ധ വെക്കണം. ജോലി സമയം അഡ്ജസ്റ്റ് ചെയ്യണം. രാത്രികളിൽ ഉറക്കിന് വേണ്ടി നല്ല പ്രാധാന്യം നൽകണം. അപ്പോൾ ഫോൺ വിളികളൊക്കെ കുറച്ച് മുന്നേക്ക് മാറ്റി വെക്കേണ്ടി വരും. നമ്മുടെ മൊബൈൽ ഫോൺ ഓഫാക്കേണ്ടി വരും.
ആവശ്യത്തിനുള്ള ഉറക്കൊഴിക്കലിനെ കുറിച്ചല്ല ഞാൻ പറയണത്. അനാവശ്യമായി യാത്ര ചെയ്തും ബ്ലോക്കിൽ നിന്നും ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് ഇറങ്ങിയിട്ട് 2 മണിക്കൂറൊക്കെ ബ്ലോക്കിൽ കുടുങ്ങിയും സമയം നഷ്ടപ്പെടുത്തുന്നത് ആരോഗ്യത്തെ ബാധിക്കുന്നു, അത് ജോലിയെ ബാധിക്കുന്നു, വ്യത്യസ്തങ്ങളായ ചിന്തകളെ ബാധിക്കുന്നു. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാനസികമായി സന്തോഷത്തിന് ആവശ്യമാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നാണ്. ഇങ്ങനെ മാനസികമായ ഉത്തേജനം, നല്ല സൗഹൃദം വേണ്ടി വരും. ഇമാം ഷാഫി തങ്ങൾ പ്രവാസത്തിൻ്റെ ഗുണം പറയുന്ന ആ കവിതയിൽ അതും വിശദീകരിക്കുന്നുണ്ട്. നല്ല മഹാന്മാരോടൊപ്പം, നല്ല കൂട്ടുകാരോടൊപ്പം സഹവസിക്കാം, അതനുസരിച്ച് അവരിൽ നിന്നുള്ള ഗുണങ്ങൾ നമ്മിലേക്ക് സന്നിവേശിപ്പിക്കാം എന്ന്. അതിനാണ് ICFRC പോലെയുള്ള നമ്മുടെ സംവിധാനങ്ങൾ, മർക്കസിൻ്റെ കമ്മിറ്റി പോലെയുള്ള കുറേ ഘടകങ്ങൾ. അതുമായി നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ നല്ലവരോടൊപ്പം സൗഹൃദം സ്ഥാപിക്കാനാകുന്നു. ഗൾഫിൽ നിന്ന് വലിയ സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ വലിയ ക്വാണ്ടിറ്റി മയക്കുമരുന്ന് പിടിച്ചാൽ അത് ഇന്ന ഗൾഫിൽ നിന്ന് ഇറങ്ങിയതാണെന്നാണ് റിപ്പോർട്ട് ഉണ്ടാവുക. അവിടെ പോയതിന് ശേഷം MDMAയുടെ അഡിക്റ്റുകളായവരെ കുറിച്ച് വാർത്തകളുണ്ട്. പലപ്പോഴും ജോലി ഉപേക്ഷിച്ച്, കുടുംബബന്ധം ഉപേക്ഷിച്ച് ഇത്തരം മാരകമായ മയക്കുമരുന്നുകളിലേക്ക് ജീവിതം തളച്ചിടുന്ന കുറേ കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണിത് സംഭവിക്കുന്നത്? നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരൊറ്റ ശ്രമം കൊണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഗൾഫ് പ്രവാസികൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, MDMA പോലെയുള്ള മാരകമായ സിന്തറ്റിക് രാസവസ്തുക്കൾ ഒരൊറ്റ പ്രാവശ്യം മൂക്കിലൂടെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ അഡിക്റ്റായി എന്നാണ്. ഒരൊറ്റ പ്രാവശ്യം, ഒരു സൗഹൃദത്തിന്, വെറുതെ ഒരു യാത്രയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് സമ്മർദ്ദം വരുമ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ തോറ്റുപോകും, കുടുംബം തോറ്റുപോകും, ജോലി നഷ്ടപ്പെടും. MDMA ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയാൽ 4 മുതൽ 7 വർഷം വരെയാണ് ആയുസ്. അതിനിടയ്ക്ക് മരിച്ചു പോയിട്ടില്ലെങ്കിലും 3-ാം വർഷം മുതൽ ഭ്രാന്തനായി മാറും. അപ്പോൾ പ്രവാസം ശാപമായി മാറും. നല്ല സൗഹൃദമാണ് ഇതിന് ഏറ്റവും ഫലപ്രദമായ പ്രതിരോധം. ധാരാളം ഉസ്താദുമാരുണ്ട് ഗൾഫിൽ, ജോലി ചെയ്യുന്നവരും അല്ലാത്തവരും. അവരെപ്പോലെയുള്ള നമ്മെ നന്മയിലേക്ക് കൂട്ടുപിടിക്കുമെന്ന് ഉറപ്പുള്ളവരോട് മാത്രം സൗഹൃദം കാണിക്കുക. അതിന് ബന്ധു അല്ലെങ്കിൽ റൂംമേറ്റ് എന്ന യാതൊരുവിധ പരിഗണനയും വേണ്ട. മൂന്നാമതായി, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊരു ക്രമീകരണം നടത്തണം. എന്നുവെച്ചാൽ രാത്രിയൊക്കെ വളരെ വൈകി ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത വിധം ആധുനിക ഫുഡുകൾ ധാരാളമായി കഴിക്കുന്നത് തീർച്ചയായും നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കും. ശരിക്കും അറബിക്ക് ശേഷമാണ് നമ്മുടെ കേരള സാഹചര്യത്തിൽ പോലും ഭക്ഷണം കഴിക്കേണ്ടത്. ഏകദേശം അതൊക്കെ ദഹിച്ച് ശരീരത്തിൻ്റെ ആന്തരിക ഭാഗങ്ങൾ ഒരു വിശ്രമത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഉറക്കു വരേണ്ടത്. പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകിയാണ് ഭക്ഷണം കഴിക്കൽ. പലപ്പോഴും നമ്മുടെ ദിക്ർ ഹൽക്ക പോലെയുള്ള സ്ഥാപനത്തിൻ്റെ പ്രോഗ്രാമുകളിലൊക്കെ തന്നെയും ആദ്യം ഭക്ഷണം നൽകിയിട്ട് വേണം പരിപാടി തുടങ്ങാൻ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. കാരണം വളരെ വൈകി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായി വളരെ ഏറെ പതിതാവസ്ഥയുണ്ടാകുന്നു. ഇന്ത്യൻ എംബസികൾ നടത്തിയൊരു പഠനമുണ്ട്, എല്ലാ GCCയിലെയും 70% പ്രവാസികൾ മരണപ്പെടുന്നത് അറ്റാക്ക് കൊണ്ടാണെന്നാണ്. കേരളത്തിലും അത് വ്യാപിച്ചു വരുന്നുണ്ട്. പ്രവാസത്തിൻ്റെ ഒരു കുഴപ്പമൊന്നുമല്ല അത്. അതിന് കാരണമാകുന്നത് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത ഫുഡിൻ്റെ സാന്നിധ്യം അതിൽ പ്രധാനമാണ്. ആത്മീയമായി നമ്മൾ നടത്തേണ്ട വലിയ ക്രമീകരണങ്ങളുണ്ട്. ഞാൻ ആക്ഷേപിക്കാൻ പറയുന്നതല്ല. ഈ മൊബൈൽ ഫോണിൽ ധാരാളമായി നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ കൊറോണാനന്തരം കേരളത്തിലല്ല ലോകാടിസ്ഥാനത്തിൽ തന്നെയുള്ള വലിയൊരു വിപത്താണ് സോഷ്യൽ മീഡിയയുമായുള്ള അമിതമായ ബന്ധവും ബാന്ധനവും. അതുകൊണ്ടാണ് വലിയ വലിയ രാഷ്ട്രങ്ങളൊക്കെ 18 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിരോധിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് UAE വിരോധിച്ചു. ലിബറലിസം കണ്ടുപിടിച്ച ഫ്രാൻസാണ് അത് തുടങ്ങിയത്. ഓസ്ട്രേലിയ, ജപ്പാൻ പോലെയുള്ള നാടുകളൊക്കെ ചെറിയ കുട്ടികൾ മൊബൈലിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ബന്ധമുള്ള ഇത്തരം സാധനങ്ങളിൽ ഇരിക്കുന്നതും അത് തുറക്കുന്നതും വിരോധിച്ചു കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൾഫുകാർ മാത്രമല്ല, കേരളക്കാരും എല്ലാവരും നല്ലൊരു സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു. കേരളത്തിൽ ഈയിടെ നടന്നൊരു പഠനത്തിൽ കേരളത്തിൽ ശരാശരി മനുഷ്യർ 5 മണിക്കൂർ ഡെയിലി ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നാണ്. പണ്ടൊക്കെ 18 മണിക്കൂർ ജോലിയായിരുന്നു ഗൾഫിൽ, ഇപ്പോഴും ഉണ്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ. പക്ഷെ സാധാരണഗതിയിൽ വൈറ്റ് കോളർ ജോലി ചെയ്യുന്നവരാണ് ഇപ്പോൾ കൂടുതൽ, ചെറുപ്പക്കാരും പുതിയ പ്രവാസികളും പ്രത്യേകിച്ചും. അവർക്ക് 8 മണിക്കൂർ 7 മണിക്കൂർ ജോലി കഴിഞ്ഞാൽ 16 മണിക്കൂർ ഫ്രീ ഉണ്ട്.
ഒരു 8 മണിക്കൂർ ഉറക്കം കഴിഞ്ഞാലോ പിന്നെയുള്ള സമയം എന്ത് ചെയ്യും? 1 മണിക്കൂർ ഫോൺ വിളിക്കാൻ എടുത്തേക്കും. പിന്നെയോ ഭക്ഷണം പാചകം ചെയ്യാനും കഴിക്കാനും കുളിക്കാനും നിസ്കരിക്കാനും ഒക്കെ 1 മണിക്കൂർ. ബാക്കിയുള്ള സമയമോ മൊബൈലിലേക്ക് പതിയെ പതിയെ എത്തും. എന്നിട്ട് പേരടിസ്ഥാനെ പോലെയുള്ള വലിയ പണ്ഡിതന്മാർ എന്താ പ്രസംഗിക്കുന്നത് നമുക്ക് ആദ്യമേ അറിയാം. അതുകൊണ്ട് അതല്ല നമ്മൾ കേൾക്കുക. നേരെ മറിച്ച് വൈശാഖൻ തമ്പി എന്ത് പ്രസംഗിക്കുന്നു എന്ന് കേൾക്കും. ഒരു 2-3 മണിക്കൂർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും പണ്ട് മദ്രസ പഠിച്ച ആ വിജ്ഞാനവും ഗുസ്തിയും കൊണ്ട് ഗൾഫ് പോയ ആളുകൾക്ക് ഇവർ പറയുന്ന മതവിരുദ്ധമായ ആശയങ്ങളെ പ്രതിരോധിക്കാനോ തിരിച്ചറിയാൻ പോലുമോ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ വളരെ പെട്ടെന്ന് മതനിരാസത്തിലേക്ക് എത്തും. നിരവധിയായ അനുഭവങ്ങൾ വെച്ച് പറയുന്നു. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പ്രവാസികൾ, ഏറ്റവും കൂടുതൽ ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമാണിത്, മാറ്റമാണിത്. കേരളത്തിലൊക്കെ ആണെങ്കിൽ 1.5 GB കഴിഞ്ഞാൽ വട്ടം ചുറ്റൽ തുടങ്ങും. ഗൾഫിൽ അങ്ങനത്തെ സംഭവമല്ലേ? നന്നായിട്ട് വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ടാവും. എത്രയും കേട്ടുകൊണ്ടേയിരിക്കും. ഖുറാൻ ക്ലാസ് ധാരാളമായി നമ്മുടെ ഉസ്താദുമാരുടേതുണ്ട്. പക്ഷെ അതല്ല, ജബ്ബാർ മാഷിൻ്റെ ഖുറാൻ ക്ലാസ്സാണ് കേൾക്കുക. എന്നിട്ട് വാപ്പന്മാരൊക്കെ ഇങ്ങനെ ഉസ്താദുമാരെ വിളിച്ചുകൊണ്ടിരിക്കും. ഇപ്പം അവന് കുടുംബമായിട്ട് ബന്ധമില്ല, നിസ്കാരമില്ല, അള്ളാഹുല്ല, റസൂലില്ല എന്നും പറഞ്ഞിട്ട്. ആത്മീയമായി പുരോഗതി പ്രാപിക്കാൻ നമ്മൾ ദിക്റിൻ്റെ വഴിയിലേക്ക് പോകണം. നിസ്കാരം ഒരു കാരണവശാലും കളാക്കാൻ പാടില്ല. 2 മണിക്ക് 3 മണിക്കൊക്കെ ജോലി കഴിഞ്ഞ് വരിക, എന്നിട്ട് 12 മണി വരെ ഉറങ്ങുക. അതിനെ ജോലിക്ക് പറ്റുമെങ്കിൽ ആ ജോലി വലിച്ചെറിയൽ നിർബന്ധമാണ്. എൻ്റെ ജോലി കാരണമല്ലേ എന്നാണ് ചില പ്രവാസികളൊക്കെ ന്യായം പറയാം. അവരുടെ റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വസ്ത്രശീലത്തിൽ പോലും അശ്ലീലം വരുന്നു. ചെറിയ ഒരു നിക്കറൊക്കെ ഇട്ടിട്ട് അങ്ങനെ റൂമിലൂടെ നടക്കുക കാണാൻ പാടുണ്ടോ? ഒരിക്കലും ഇല്ല. ആ റൂമിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ എന്ത് റിസ്ക് എടുത്തും അവിടെ നിന്ന് പോരണം. അല്ലെങ്കിൽ ആ സഹോദരനെ ആത്മീയതയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരണം. സാധ്യമാണതൊക്കെ. നമ്മൾ ഓരോരുത്തരും താഴികളാണ്, ഓരോരുത്തരും നന്മ കൽപ്പിക്കേണ്ടവരാണ്. സ്നേഹത്തോടു കൂടെ ഉപദേശം നടത്തിയാൽ, പ്രത്യേകിച്ച് സുഹൃത്ത് പറഞ്ഞാൽ എല്ലാവരും അത് സ്വീകരിക്കും. നിസ്കാരം കളാക്കുക, സുന്നത്ത് നിസ്കാരങ്ങൾ ഒഴിവായി പോവുക, ഹദ്ദാദ് ചെല്ലാതിരിക്കുക, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കൂടുതൽ ഇബ്ലീസിൻ്റെ പ്രേരണയ്ക്ക് നമ്മൾ വിധേയരാകും. മതം നശിച്ച് നമ്മൾ സത്യമാണെന്ന് പ്രമാണബദ്ധമായി ബോധിച്ച, ഇതൊരു അവകാശവാദമൊന്നുമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ സഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു വാക്യം ഏതെങ്കിലും തലത്തിൽ അസ്വീകാര്യമാണെന്ന് തെളിയിക്കാൻ ഈ ദുന്യാവിൽ ഒരു മനുഷ്യന് സാധ്യമല്ല. ഖുർആൻ്റെ കാര്യം പിന്നല്ലേ. ഈ ബോധ്യത്തിൽ ഇവിടെ നിന്ന് പോയ ഒരാൾ ഏതെങ്കിലും വിദേഹത്താരൻ്റെ പ്രഭാഷണം കേട്ട് റസൂലിനെ കുറ്റം പറയുന്ന ഒരു പാർട്ടിയിലേക്ക് മതിയെ മാറുന്നു. ഇവിടെ കുത്തുബൈത്ത് നടത്തിയിട്ട് ഗൾഫ് പോയതായിരിക്കും. അവിടെ കേൾക്കുന്നത് അതുമാത്രമായി തീരുമ്പോൾ സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞ പരിമിതിയുണ്ട്. മദ്രസയിൽ നിന്ന് ഇത്തിരി പഠിച്ചൊരു കാര്യം മാത്രമേ ഉള്ളൂ, അതന്നെ പകുതിയിലേറെ മറന്നു പോയിട്ടുണ്ടാകും. ഇതിനാണ് നല്ല സൗഹൃദങ്ങൾ. ആത്മീയമായി നല്ല മാറ്റം ഇനിയും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് അനുവദിച്ച സമയം കൃത്യമായി തീരാൻ പോകുന്നു. എന്തിനാണ് നമ്മുടെ ജീവിതം? 60 വർഷമൊക്കെ ഗൾഫിൽ ജീവിക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്. അവർ ജീവിതം അതായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വല്ല ഗുണം കിട്ടുന്നെങ്കിൽ നമ്മളത് സമ്മതിക്കുക. പാവപ്പെട്ട മനുഷ്യർ വല്ലാതെ ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു, സ്ഥാപനങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എനിക്കുണ്ടായ ഒരു അനുഭവം, രാത്രി 12 മണിക്ക് പല കടകളിലേക്കും അവിടെ 50-55 വർഷം ജോലി ചെയ്യുന്ന ഒരാൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു എന്താ കാര്യം? അപ്പം അദ്ദേഹം പാൽപ്പൊടി മേടിക്കാനാണ് അത്ര. ഞാൻ ചോദിച്ചു എന്തേ പാൽപ്പൊടിയുടെ ഒരു പ്രത്യേകത? അദ്ദേഹം ആദ്യം വന്ന കാലത്ത് പാൽച്ചായ കേരളത്തിലില്ലായിരുന്നു. അദ്ദേഹം കഥ പറയാണ്. അന്ന് വരുന്ന ഉസ്താദുമാർക്ക് പാലിട്ട ചായ കുടിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അപ്പോൾ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് അവർ പോരുമ്പോൾ, നേരത്തെ ഉസ്താദൊക്കെ സാഹസികമായി അവിടെയുള്ള ആളുകളെ കണ്ട് മർക്കസ് നിർമ്മിച്ചതിനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ കേട്ടല്ലോ. അന്ന് അവർ പാൽച്ചായ കുടിക്കുന്ന കൗതുകം കണ്ടിട്ട് അന്ന് മുതൽ ആ മനുഷ്യൻ ഇതുവരെയും അദ്ദേഹത്തിന് പരിചയപ്പെടുന്ന അവിടെ ചെല്ലുന്ന ഉസ്താദുമാർക്കൊക്കെ പാൽപ്പൊടിയുടെ പാക്ക് കൊടുത്ത് വെച്ചിട്ടുണ്ട്. കാര്യം എന്താ? നാട്ടിലേക്ക് വന്നിട്ടും ഈ പാൽപ്പൊടി തീരുവോളം അവർ പാൽച്ചായ കുടിക്കട്ടെ എന്ന് കരുതിയിട്ട്. അന്ന് അനിസ്പ്രേ വരാത്ത കാലമാണ്. അതിൻ്റെ മുന്നേ, വളരെ മുന്നേ, 50 വർഷം മുന്നേ ഇவ்விധം കണ്ടറിഞ്ഞ് ജനസേവനം തന്നെ അവരുടെ ഹാബിറ്റാക്കി മാറ്റിയ 10,000 ഗൾഫിൽ ജീവിക്കുന്നു. അവരുടെ ബർക്കത്ത് കൊണ്ടാണ് നാടിങ്ങനെ വളരെ ഭദ്രമായി മുന്നോട്ട് പോകുന്നത് പോലും. അങ്ങനെയാകുമ്പോഴും നമ്മുടെ സമ്പത്ത് എന്ത് ചെയ്യണം? സാധാരണഗതിയിൽ ഒരു പ്രവാസിയുടെ ജീവിതം എന്താണ്?
ഒരു വീട് വെക്കാൻ വേണ്ടി ചെലവഴിക്കുന്നു, ഒരു വീട് വെക്കാൻ വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നു. പ്രവാസമൊക്കെ തീർന്ന് നാട്ടിലേക്ക് വന്നാലും വീട്ടിലേക്ക് ഇങ്ങനെ മലന്നിടന്ന് നോക്കുമ്പോൾ ഖുർആൻ വീടിനെ കുറിച്ച് ഒരിടത്ത് പറയുന്നത് മസ്കന്നാണ്, ശാന്തിയുടെ ഇടം. ഒരു ശാന്തിയും കിട്ടണില്ല. പിന്നെ ഈ ലോണും മറ്റ് കടമൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആവശ്യത്തെ കൃത്യമായി വിലയിരുത്തി അതിനു വേണ്ട വീട് നിർമ്മിക്കുക, അതിനു വേണ്ട വാഹനം മേടിച്ചുകൊണ്ടിരിക്കുക. പ്രവാസ ജീവിതം മുഴുവൻ ഒരു വീട് വെക്കാൻ വേണ്ടി ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവാസത്തെ ക്രമീകരിച്ചില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഫണ്ടുകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല, സാമ്പത്തികം സൂക്ഷിക്കേണ്ട മാർഗങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല. വിശേഷിച്ച് പറയേണ്ട ചില കാര്യങ്ങൾ ഞാൻ ബോധപൂർവ്വം ഒഴിവാക്കുകയാണ്. നമ്മൾ നമ്മുടേതായ ഐഡിയ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു വഫാത്താവാൻ കിടക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാൻ പോയി. അവിടുന്ന് പറഞ്ഞു, എൻ്റെ സ്വത്ത് മൊത്തം ഞാൻ ദീനിന് സംഭാവന ചെയ്യാണ്. അഭിമാന വിധങ്ങൾ വിലക്കി, പാടില്ലെന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ പകുതി ദാനം ചെയ്യുന്നു എന്ന് സയ്യിദ് റളിയല്ലാഹു അൻഹു വാശി പിടിച്ചു. റസൂൽ ഒരു വിലക്ക് പാടില്ല എന്ന് പറഞ്ഞു. അവസാനം മഹാനുഭാവൻ എങ്കിൽ 1/3 ഞാൻ ദാനം ചെയ്യുമെന്ന് പറയുന്നു. ഇനിയും വിലക്കിയാൽ മൂപ്പരാൾ സ്വീകരിക്കൂല എന്ന് ബോധ്യപ്പെട്ട് അള്ളാൻ്റെ റസൂൽ ഓരത് സ്വീകരിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അസ്സുലുസു കബീർ, 1/3 തന്നെ ധാരാളമാണ്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി വിശദീകരിച്ചു, നിന്റെ കുടുംബത്തെ നീ ഉപേക്ഷിക്കൽ, ഫുഖറാ യതകഫഫൂനന്നാസ്, ജനങ്ങൾക്ക് മുമ്പിൽ ഓച്ചാനിച്ച് നിന്ന് ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നവരായി നിന്റെ കുടുംബത്തെ നീ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശം പരിപാടിയാണ്. അതിനേക്കാൾ നല്ലത് അവരെ അഗ്നിയ ആയി സമ്പന്നരായി ജീവിക്കാൻ സ്വയം പര്യാപ്തതയോടുകൂടി ഉപേക്ഷിച്ചു പോകലാണ്. ഓരോ പ്രവാസിയും ആലോചിക്കണം, എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തെ സുന്ദരമായി ജീവിക്കാൻ. നമ്മുടെ ഈ ഓടുന്ന സമയം മാത്രം അവരുടെ ജീവിതം മനോഹരം, എങ്ങാനൊന്ന് കടന്നുപോയാൽ അതോടെ തീർന്നു എന്ന രീതിയിൽ നിന്ന് മാറണം. അതുകൊണ്ട് പ്രവാസത്തെ ആത്മീയമായും സാമ്പത്തികമായും ആരോഗ്യപരമായും പുനഃക്രമീകരിക്കേണ്ടതുണ്ടെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അറ്റാക്കിനൊക്കെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ബന്ധങ്ങൾ കുറയുന്നതാണ്. കുടുംബത്തിനോടുള്ള ബന്ധം പലപ്പോഴും പ്രവാസി മറന്നു പോകുന്നതാണ്. ബന്ധം കൂടുന്ന ആളുകളാണെങ്കിലും അത് 1 മണിക്കൂറോളം ഭാര്യയോട് സല്ലപിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നു. അവിടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഭാര്യയ്ക്ക് വിളിക്കുമ്പോൾ അവിടെ 12 മണിയായിരിക്കും ചിലപ്പോൾ. പിന്നെ 1 മണിക്കൂർ നിത്യമായി അവൾ ഉറക്കൊഴിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. നമ്മൾ ഭാര്യയ്ക്ക് വിളിക്കുമ്പോൾ ജ്യേഷ്ഠനെയും വിളിക്കുക, എന്നിട്ട് മോനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. വളരെ പ്രധാനമാണ്, മോനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ വാപ്പയ്ക്ക് വിളിക്കുക. അതോടൊപ്പം നമ്മൾ പോകുന്നതിൻ്റെ മുന്നേ നമ്മുടെ മക്കളെ ജ്യേഷ്ഠൻ്റെ മുന്നിൽ കൊണ്ടുപോകണം. എന്നിട്ട് ഇനി മുതൽ നിങ്ങളെ നോക്കേണ്ടതെന്ന് പറയണം. മോനോട് പറയണം, മൗലികമായ എന്ത് തീരുമാനം എടുക്കണമെങ്കിലും മൂത്താപ്പയോട് ചോദിക്കണം എന്ന്. അതല്ലാതെ കുട്ടികൾ സ്വതന്ത്രരായിട്ട് നടക്കുകയാണ്. ഇവിടെ മക്കളും അവിടെ ഗൾഫുകാരും സ്വതന്ത്രർ. അത് കാരണം ആത്മീയമായി വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. എന്നല്ല, ഒരു ജ്യേഷ്ഠനൊക്കെ പക്വത കൊണ്ട് നമ്മുടെ മകനെ, ഗൾഫുകാരൻ്റെ മകനെ അങ്ങാടിയിൽ 10 മണിക്ക് തിരിഞ്ഞു കളിക്കുന്ന കാണുമ്പോൾ എന്തിനൊന്ന് വീട്ടിൽ പോയിക്കൂടെ എന്ന് ചോദിച്ചാൽ ആ ഉമ്മാനെ വന്നിട്ട് ത്രെഡ് ഏറ്റും. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എൻ്റെ മൂത്താപ്പം മാനം കെടുത്തി എന്ന് പറഞ്ഞിട്ട് അവർ വളരെ സ്ട്രോങ്ങിൽ ഗൾഫിക്ക് മെസ്സേജ് വിടും. അതോടുകൂടെ അവിടുന്ന് കാര്യമറിയാതെ പ്രവാസി ഈ ജ്യേഷ്ഠനെ വിളിക്കും. വലിയ കുട്ടികളായില്ല, അവരൊക്കെ ഇനി സ്വന്തമായി നടന്നോളും, നിങ്ങൾ ഇടപെടരുത് എന്ന് പറയും. അതായിരുന്നു മകൻ പ്രതീക്ഷിച്ചത്, അതാണ് ഉമ്മയിൽ നിന്ന് അവൻ നേടിയെടുത്തത്. പാടില്ലേ? നമ്മുടെ മക്കളെ, നമ്മുടെ ജ്യേഷ്ഠനെ, അനുജനെ, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ, അവിടുത്തെ പള്ളിയിലെ ഇമാമിനെ, അല്ലെങ്കിൽ മുസ്ലിം ജമാഅത്തിൻ്റെ പ്രസിഡന്റിനെ, നമ്മൾ പഠിച്ച അധ്യാപകനെ, നമ്മളെ പഠിപ്പിച്ച ഉസ്താദിനെ നേരിട്ട് ഏൽപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച്, പള്ളിയിൽ ഉസ്താദിനെ വിളിച്ച് മോൻ എത്ര വക്തിനൊക്കെ വരുന്നുണ്ട് എന്ന് ചോദിച്ച്, അവൻ്റെ കോളേജിലെ അധ്യാപകനെ വിളിച്ച് എങ്ങനെയൊക്കെയാണ് ക്ലാസ്സിലെ നിയമം രീതി എന്നൊക്കെ മനസ്സിലാക്കി, ഇതിനൊക്കെ വേണ്ടി നമ്മൾ സമയം ഉപയോഗപ്പെടുത്തണം, നമ്മുടെ ഫോൺ ഉപയോഗപ്പെടുത്തണം. അല്ലാതെ ഇങ്ങനെ സല്ലപിച്ച് 1 മണിക്കൂർ ഡെയിലി ഭാര്യനോട് എന്താ പറയാനുള്ളത്? ഭാര്യനോട് പറഞ്ഞിരിക്കുന്ന സമയത്ത് മോൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒന്ന് അവന് കൊടുക്കുകയെന്ന് പറയുമ്പോൾ അവന് പുച്ഛായിരിക്കും. പാപ്പയും ഉമ്മയും ശൃംഗരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബദ്ധവശാൽ ഞാൻ വന്നു, അതൊരു ശല്യമായി എന്നാണ് അവൻ വിചാരിക്കുക. അവൻ്റെ ഫോണിലേക്ക് വിളിക്കണം, നീ എവിടെയെന്ന് ചോദിക്കണം, വീഡിയോ കോൾ ചെയ്യണം, പരിസരം എവിടെയെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ആരോഗ്യരംഗത്തും ആത്മീയ രംഗത്തും
ഞാൻ ആവർത്തിക്കുന്നില്ല. അതോടൊപ്പം സാമ്പത്തിക രംഗത്തും നല്ലൊരു ക്രമീകരണം നടത്തി പ്രവാസം ഭാഗ്യമാണെന്ന് തെളിയിക്കാൻ നമ്മളൊക്കെ തയ്യാറാവണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിസ്തരിച്ച് പറയേണ്ട കുറേ കാര്യങ്ങൾ സൂചന മാത്രമാണ് നടത്തിയത്. എല്ലാം വളരെയേറെ മനോഹരമായി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരായതുകൊണ്ട് തന്നെ അത് തന്നെ ധാരാളമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു നമ്മുടെ സംഗമം സ്വീകരിക്കുമാറാവട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.